Hello everyone, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെള്ളയപ്പമാണ്. യൂഷ്വലി നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ അരി കൊണ്ടാണ് ഉണ്ടാക്കുക. അരിയിൽ അരിച്ച് അത് ഓവർനൈറ്റ് പുളിക്കാൻ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ അരിയുടെ പകരം ആട്ടയെടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് മാവാണ് എടുക്കുന്നത്. അപ്പം ഈ വെള്ളയപ്പം എന്ന് പറഞ്ഞാൽ ഗോതമ്പ് കൊണ്ടുള്ള വെള്ളയപ്പമാണ്. അപ്പം ഇതിന് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മറ്റേ ആട്ട എടുത്തിട്ടുണ്ട്. ഈ ആട്ട എന്ന് പറയുന്നത് ഞാനൊരു 1.25 കപ്പാണ് ആട്ട എടുത്തത്. ഞാൻ ഉപയോഗിച്ച കപ്പാണ് ഇത്. അപ്പോൾ ഈ കപ്പിൻ്റെ ഒരു 1.25 അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത്. ഇതാ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആട്ടയാണ് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ചിടുകയാണ്. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചിട്ടു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് നമ്മൾ മറ്റേ ബേക്കിംഗ് സോഡ അതൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ ഈസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നില്ല, ഈസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്. സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ ഈസ്റ്റ് നമുക്ക് ഡയറക്റ്റ്ലി ഇതിലേക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈസ്റ്റ് ഞാനിപ്പം ഈ സ്പൂണിൻ്റെ ഒരു സ്പൂൺ എടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ ഈ സ്പൂണിൻ്റെ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഞാനിതിൽ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അധികം ചൂടില്ല വെള്ളത്തിന്, ഇളം ചൂടേ ഉള്ളൂ. കുറച്ച് വെള്ളത്തിൽ ഞാനിത് കലക്കി വെക്കുകയാണ്. കുറച്ച് വെള്ളമേ ഉള്ളൂ ഇതിൽ. അതിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഈ ഈസ്റ്റിൻ്റെ റിയാക്ഷൻ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു 10 മിനിറ്റ് ആകുമ്പം ഈ ഈസ്റ്റിൻ്റെ ഇത് ഫോം ആയിട്ട് നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒന്ന് ഇത് ഇങ്ങനെ ആവട്ടെ. ഈസ്റ്റിൻ്റെ ഇത് അനക്കാണ്ട് നമ്മൾ ഇവിടെ വെക്കുകയാണ്. ഈസ്റ്റിൻ്റെ ഇതൊന്ന് ഫോം ആവട്ടെ. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഇവിടെ എല്ലാം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഈസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം, നമ്മുടെ മാവിലേക്ക് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിടുക. കുറച്ച് ഉപ്പിട്ടു. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടു ഇതിലേക്ക്. അപ്പം നമ്മളിത് മിക്സ് ചെയ്യാൻ പോകുന്നത് വെള്ളത്തിലല്ല, നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പം ഞാനൊരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് 1-ാം പാല് 2-ാം പാല് എന്നൊന്നുമില്ല. ഞാനത് ജസ്റ്റ് വെള്ളത്തിൽ നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞ് നല്ലോണം വെള്ളം പോലെ നമുക്കിത് മൊത്തം അതിൽ കലക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് അങ്ങനെ ചെയ്ത് വെച്ച തേങ്ങാപ്പാൽ ഞാനിവിടെ പാത്രത്തിലുണ്ട്. ഇതാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞ് വെച്ചതേ ഉള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ടേ ഇരിക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. കട്ടിയൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്പത്തിൻ്റെ മാവിനെ പോലെ നന്നായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവണം. ആവശ്യത്തിനനുസരിച്ച് ലൂസ് ആവുന്നതനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. പഞ്ചസാര ഞാനിവിടെ 2 ടീസ്പൂണാണ് ഇട്ടത്. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ചിലർക്ക് കുറച്ച് മധുരമാണ് ഇഷ്ടം, ചിലർക്ക് അപ്പത്തിന് അധികം മധുരം അങ്ങനെ ഇഷ്ടമല്ല. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നന്നായിട്ട് മിക്സ് ആവണം.
കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. കുറച്ചും കൂടി ഇത് ലൂസാവാനുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് വിസ്ക് ചെയ്തിട്ടാണ് നമ്മൾ കട്ട പോക്കേണ്ടത്. നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിക്സി ഇട്ട് അടിച്ചാലും മതി, ആ കട്ട വരുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഈ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അത് മിക്സ് ചെയ്തു. കണ്ടില്ലേ കൺസിസ്റ്റൻസി? ഇതാ അതിന് വേണ്ടിയുള്ള ഞാനും തേങ്ങാപ്പാൽ ഒഴിച്ച് മൊത്തം മാവ് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതാ അപ്പോൾ ഒരു 1-2 മിനിറ്റൊക്കെ എടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. കട്ടിയൊന്നും ഉണ്ടാവാണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് ഒരു 5 മണിക്കൂർ നിങ്ങൾ ഇത് അനക്കാണ്ട് വെക്കുക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്കിത് പുളിക്കാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5 മണിക്കൂർ വെച്ച് ഇതൊന്ന് സെറ്റായി, ഈസ്റ്റും എല്ലാം ഒന്ന് നന്നായിട്ട് സെറ്റായി കഴിഞ്ഞിട്ട് ഒരു 5 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് എടുത്തിട്ട് നേരിട്ട് ചൂടാം. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റിന് ആ സമയമാകുമ്പോഴേക്കും ഞാനിതെടുത്ത് ചുടും. അപ്പം നമുക്കിത് അങ്ങനെ തന്നെ മാറ്റി വെക്കാം. തൊടാണ്ട് ഒരു പാത്രം കൊണ്ട് അടച്ച് ഒരു 5 മണിക്കൂർ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാ 5 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ഈ അപ്പത്തിൻ്റെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ച് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ 5 മണിക്കൂർ തൊടാണ്ട് അത് വെച്ചതാണ്. അപ്പോൾ ഈസ്റ്റും എല്ലാം കൂടി നന്നായിട്ട് പൊങ്ങി വന്നു. ഇപ്പോൾ നല്ലൊരു മണമുണ്ട്. നല്ലൊരു പഴത്തിൻ്റെയും ഒരു ശർക്കരേൻ്റെ ഒക്കെ ഒരു മിക്സാക്കിയൊരു മണം. നമ്മൾ ഈ ഉണ്ണിയപ്പൊക്കെ ചുടുമ്പോഴുള്ള ആ മാവുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു മണം. അപ്പം ഞാനിതാ ഇവിടെ അപ്പത്തിൻ്റെ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ചൂടായാൽ നമുക്കിത് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ചട്ടി വെച്ചേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കണ്ടില്ലേ, നമുക്ക് ഒഴിക്കാനുള്ള പാകത്തിലാണ് മാവ്. എങ്ങനെ നിങ്ങൾക്ക് വല്ലാണ്ട് തിക്കായി പോവുകയാണെങ്കിൽ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കാം. നിങ്ങൾക്ക് അങ്ങനെ തിക്കായി തോന്നുകയാണെങ്കിൽ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അതാ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. നല്ല മണം വരുന്നുണ്ട് മാവിന്. അപ്പോൾ ഇതാ നമ്മളെ ഇവിടെ ചട്ടിയും ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിത് ഫസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം. അടച്ചു കൊടുക്കാം. ഇനി ഇത് വേവട്ടെ. അപ്പോൾ ഇതാ ഞാൻ ആദ്യത്തെ നമ്മളിത് ചുട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് ഞാൻ. രണ്ടാമത്തെ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഷേപ്പിൽ നല്ല പൊങ്ങിയ നല്ലോണം കുഴി പോലുള്ള നല്ല വെള്ളയപ്പം, ഗോതമ്പ് പൊടി കൊണ്ടുള്ള വെള്ളയപ്പം. ഇതേപോലെ ഞാൻ എല്ലാം ഈ മാവുള്ള എല്ലാം ചുട്ടെടുക്കും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ രണ്ടാമത്തത് ആവുന്നുണ്ട്. അപ്പം അതേപോലെ ഞാൻ എല്ലാം ചുട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ദോശ ഈ അപ്പം ഇനിയിപ്പോൾ കഴിക്കാൻ പോകുന്നത് ഒരു എഗ് റോസ്റ്റിൻ്റെ കൂടെയാണ്.
അപ്പോൾ ഒരു സിമ്പിൾ എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതിനുള്ള സവാള ഞാൻ വളരെ നേർമയിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഹാഫ് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ടയാണ് എടുത്തത്. അത് ഞാനിങ്ങനെ 2 പീസായിട്ട് മുറിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ എണ്ണ ഇപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നല്ലോണം ചൂടായതിൻ്റെ എണ്ണ അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള നന്നായിട്ട് വാടട്ടെ. സവാളയുടെ ആദ്യം എഗ് റോസ്റ്റ് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും ഗ്രേവി ഇല്ലാണ്ട് വളരെ തിക്കായിട്ട് സിമ്പിളായിട്ടുള്ള ഒന്നാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് ഇവിടെ. ഉള്ളി നന്നായിട്ട് വാടണം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കൂടി ചൂടാൻ വേണ്ടിയിട്ട് ഇവിടെ അപ്പം ആ സമയം കൊണ്ട് എഗ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ചീനച്ചട്ടിയിൽ അത് ഉള്ളി മുരിക്കുമ്പം പെട്ടെന്നായി കിട്ടും. കാരണം നല്ലോണം ചൂടാവും ചട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും. ഇതൊന്ന് വാടിയാൽ നമുക്ക് നമ്മളെ തക്കാളി ഇതിലേക്ക് ചേർക്കാം. ഈ എഗ് റോസ്റ്റിൽ പിന്നെ നിറച്ചും നമ്മൾ കണ്ടില്ലേ, നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോൾ നിറച്ചും ഉള്ളിയാണ് ഉണ്ടാവുക. ഉള്ളിയും പിന്നെ തക്കാളിയും കൂടി ആയിട്ടുള്ള ആണ് എഗ് റോസ്റ്റ് ഉണ്ടാവുക. ഗ്രേവി അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ ഒരു സിമ്പിൾ റോസ്റ്റാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ. ബ്രൗണായി വരുന്ന ഉള്ളി ഇങ്ങനെ വാടി വരുന്നുണ്ട്. അന്നേരം നമ്മൾ ഉള്ളി നന്നായി വഴണ്ട് വരണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് നല്ല എണ്ണ ഒഴിച്ച് കൊടുത്താൽ അത് പൊതുവെ നല്ല കുഴഞ്ഞു വരും ഉള്ളി. നമ്മളിത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പം ഉള്ളി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിൻ്റെ കുറഞ്ഞു വരുന്നുണ്ട് വാടി കൊണ്ട്. ഉള്ളി അവിടെ ആയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ഈ തക്കാളി ഞാനൊന്ന് മുറിക്കട്ടെ. അതൊന്നും അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതാ തക്കാളി ഒന്ന് ചെറുതായി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ചൂടുണ്ട് ചട്ടിക്ക്.
ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും ഉള്ളിയും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പൊടി ഇടാനുള്ളതാണ്. മസാലയുടെ പൊടിയെല്ലാം തീ കുറച്ച് വെച്ചായിരുന്നു, ഒന്ന് കൂട്ടുകയാണ്. അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ട് വാടട്ടെ. എന്നിട്ട് നമുക്ക് നമ്മളെ പൊടി ഇടാം. അപ്പോൾ അതാ തക്കാളി ഇവിടെ നന്നായിട്ട് ആയി വരുന്നുണ്ട്. ഞാനൊരു അര തക്കാളിയെ യൂസ് ചെയ്തുള്ളൂ, വലിയൊരു തക്കാളീൻ്റെ ഹാഫേ യൂസ് ചെയ്തുള്ളൂ. അധികം പുളി വേണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ ഞാനൊരു പകുതി യൂസ് ചെയ്തുള്ളൂ. ഇതിലേക്ക് ആദ്യം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് ഞാനിതാ 1 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. നമ്മൾ മസാല അത്രയേ ഉള്ളൂ. ഞാൻ മല്ലിപ്പൊടിയോ പിന്നെ ഗരം മസാലയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, വേറൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ റോസ്റ്റ് അല്ലേ, അപ്പോൾ റോസ്റ്റിന് അങ്ങനെ ഗരം മസാലേൻ്റെ ഒന്നും ടേസ്റ്റ് വരില്ലല്ലോ. ചിലവർ ഇപ്പം ഇതിൽ തന്നെ മുളക് ഈ പൊടികളൊന്ന് വാടി കഴിഞ്ഞ് നമ്മുടെ മുട്ടയും ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഒന്നും കൂടി മുട്ടയൊന്ന് മിക്സ് ഇതിലും മസാലയിലൊന്ന് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഓഫ് ചെയ്തെടുക്കും. ഞാനിവിടെ കുറച്ച് വെള്ളം ആഡ് ചെയ്യും, കാരണം എനിക്ക് കുറച്ചും കൂടി ഒന്ന് ആ വെള്ളത്തിലൊന്ന് കിടന്ന് വെന്ത് വരുന്ന ആ ഒരു പരുവാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ആ മസാലയൊന്ന് ആ ഉള്ളിയും മസാലയും മുട്ടയും എല്ലാം കൂടി ഒന്ന് നല്ലൊരു കുഴഞ്ഞു വരുന്ന ആ രീതിയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഇടുകയാണ്. ഉപ്പ് മതിയോ നോക്കട്ടെ. ഉപ്പ് പോരാ, ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാണ്. നമ്മൾ ഇത് ഉള്ളി വാടാനുള്ള ഉപ്പേ തുടക്കത്തിൽ ഇട്ടുള്ളൂ, അതിന് പിന്നെ ഉപ്പൊന്നും ഇട്ടില്ല. അപ്പം ഇപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇവിടെ ആഡ് ചെയ്യാണ്. ആ ഉള്ളി ഒന്ന് ഇത് വരാൻ സോഫ്റ്റ് ആവാൻ ഒന്ന് ആ മൂടുന്ന വെള്ളം മാത്രമേ ഇട്ടുള്ളൂ. ഇതൊന്നും ആയി വരട്ടെ. ഇതിന് കൂടെ തന്നെ ഞാനിവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന ഹാഫായി മുറിച്ച് വെച്ചിരിക്കുന്ന എഗ്ഗും കൂടി ആഡ് ചെയ്യാണ്. ഇതും കൂടി ഒന്ന് മസാലയിൽ കിടന്ന് ആ മുട്ടയിൽ ഉപ്പും മസാലയൊക്കെ ഒന്ന് പിടിക്കും. അപ്പോൾ വെള്ളം ഒന്ന് വറ്റട്ടെ. അപ്പോൾ ഇതാ നമ്മളെ വെള്ളമൊക്കെ ഞാൻ ഒഴിച്ച വെള്ളം എല്ലാം വറ്റി അല്ലേ, എല്ലാം വറ്റി ഈ ഒരു പരുവത്തിൽ നല്ല റെഡ് കളർ കറിയായിട്ട് വന്നിരിക്കുന്നു. നമ്മളെ എഗ് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ അപ്പവും എഗ് റോസ്റ്റും എല്ലാം സെറ്റ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. സിമ്പിൾ മുട്ട റോസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അപ്പു ഇവിടെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൂ പോലെ ആക്കി വെച്ചിട്ട് പൂ ഷേപ്പിലാണ് ചെയ്തത്. ഇതൊന്ന് നമ്മൾ സാധാ വട്ടത്തിൽ. അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. മുട്ട റോസ്റ്റും ആട്ടപ്പൊടി കൊണ്ടുള്ള വെള്ളയപ്പവും. ഞാനൊരു ഊണ് തയ്യാറാക്കാൻ പോവാണ്. അപ്പം ഞാൻ വീട്ടിൽ ഇന്ന് എന്തൊക്കെ വിഭവങ്ങളാണ് ഊണിന് തയ്യാറാക്കുന്നതെന്ന് എന്നാണ് കാണിക്കാൻ പോകുന്നത്.
അപ്പം ഞാൻ വിചാരിച്ചു കറിക്കായിട്ട് ഞാനിവിടെ മത്തനുണ്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മത്തൻ. അപ്പം മത്തനെ കൊണ്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഒരു ബീട്രൂട്ട് ഉണ്ട്. അപ്പോൾ ഈ ബീട്രൂട്ട് കൊണ്ട് ഒരു പച്ചടി, ബീട്രൂട്ട് പച്ചടി അതും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറിവേപ്പില പിന്നെ പച്ചമുളക് അതൊക്കെ ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ വെച്ചിട്ടുണ്ട്, തേങ്ങ ഇട്ട് അരയ്ക്കണം. അപ്പോൾ അത് വെക്കാമെന്ന് വെച്ചു. പിന്നെ ഇവിടെ എൻ്റെ കയ്യിൽ കുറച്ച് മാന്തളുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഊണിന്. അപ്പം നമുക്ക് നോക്കാം ഇത് ഞാൻ എങ്ങനെയൊക്കെയാണ് അത് തയ്യാറാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഞാനൊരു ഗോതമ്പിൻ്റെ വെള്ളയപ്പവും പിന്നെ മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കിയത്. അപ്പം ഇപ്പോൾ ഒരു സമയം ഒരു 12 മണിയാവുന്നു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഊണിൻ്റെ ആ പണിക്കൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം. അപ്പം ഞാൻ വിചാരിച്ചു ഊണിന് വേണ്ടിയിട്ട് കറിക്കായിട്ട് ആദ്യം എൻ്റെ കയ്യിൽ കുറച്ച് മത്തനുണ്ട്. അപ്പോൾ അതിനോണ്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് ഞാനിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മത്തൻ. അപ്പോൾ അത് മൊത്തം കട്ട് ചെയ്ത് ഒരു എരിശ്ശേരി ആക്കാമെന്ന് വെച്ചു. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ബീട്രൂട്ട് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് കുറച്ച് തൈര് ഒഴിച്ച് ബീട്രൂട്ട് പച്ചടി ആക്കാമെന്ന് വെച്ചു. അതും പിന്നെ ഫിഷ് ഉണ്ട് ഇവിടെ, മാന്തളാണ്. അപ്പം ഞാനത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ മസാലയൊക്കെ പുരട്ടി അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇന്നിപ്പം ലഞ്ചിനുള്ള വിഭവങ്ങൾ. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. അപ്പോൾ ഞാൻ ആദ്യം ഈ മത്തനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ തൊലി എടുക്കുന്നില്ല. അപ്പം ഞാനിതാ ഈ മത്തനൊന്ന് ഫുൾ കട്ട് ചെയ്ത് പീസാക്കട്ടെ. ഇവിടെ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എരിശ്ശേരിക്കുള്ളതാണ്, മത്തൻ്റെ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് പിന്നെ ബാക്കിയുള്ള ബീട്രൂട്ടും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെ ഈ എരിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് വെക്കട്ടെ ആദ്യം. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മുടെ മത്തനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞു. പിന്നെ ഇതാ ബീട്രൂട്ടും ഞാനിവിടെ ഗ്രേറ്റ് ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, കട്ട് ചെയ്തതല്ല, ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളെ പച്ചടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇവിടെ റെഡിയാണ്. പിന്നെ മീന് ഞാനിവിടെ ഇപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളെ മസാലയൊക്കെ ഇട്ട് പിടിപ്പിക്കണം. അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് പച്ചടിയാണ്. അല്ല, നമുക്ക് ആദ്യം മത്തൻ ഉണ്ടാക്കാം എന്നാല്. അപ്പം മത്തന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കുക്കർ എടുക്കുകയാണ്, നമ്മളെ പരിപ്പും മത്തനും വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം ഞാനിവിടെ കുറച്ച് പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്, അത് ഇടുകയാണ്. അപ്പോൾ കുറച്ച് പരിപ്പ് ഓൾറെഡി ഞാൻ വെള്ളത്തിൽ ഇട്ട് കഴുകി വെച്ച പരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപ്പെല്ലാം ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. പരിപ്പ് ഇട്ടു. ഇനി ഞാൻ ഇതിലേക്ക് മത്തൻ നമ്മൾ മുറിച്ച് വെച്ച ആ മത്തനും കൂടി ഇടുകയാണ്. കുറച്ച് വെള്ളം ഒഴിക്കുക, അത് വേവാനുള്ള, പരിപ്പും മത്തനും വേവാനുള്ള വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. മത്തൻ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും, നമ്മൾ പരിപ്പ് വെള്ളത്തിലിട്ടാണ്ട് അതും ഉടഞ്ഞ് വേഗം കിട്ടും. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് അപ്പം ഇത് അടച്ചു വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിപ്പം വേവിക്കാൻ വെക്കാം. അപ്പം ഞാൻ തീ ഓണാക്കട്ടെ. അപ്പം കുക്കർ ഇവിടെ ആവട്ടെ, നമ്മളെ മത്തനും പരിപ്പും ഇവിടെ വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ളത് അരയ്ക്കാം. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ മത്തനിലേക്കുള്ള ഇത് അരപ്പ് തയ്യാറാക്കാണ്. അതിനുള്ള തേങ്ങ ഇടുകയാണ് ആദ്യം. ഇതിൽ കുറച്ച് തേങ്ങ ഉണ്ട്, അപ്പം ഞാൻ ഇതാദ്യം തീർത്തിട്ട് പുതിയത് എടുക്കാന്ന് വെച്ചു. അപ്പം രണ്ടാമത്തേത് ഒന്ന് തുറക്കട്ടെ. ഇത് ഓൾറെഡി ഗ്രേറ്റ് ചെയ്ത് വെച്ച തേങ്ങയാണ്, അപ്പം അത് ഇതിലേക്ക് ഇടട്ടെ. അപ്പോൾ നമ്മൾ എരിശ്ശേരിക്ക് വേണ്ടിയുള്ള അത്രയും തേങ്ങ ഇതിലേക്ക് ഇടാം. നമുക്ക് എരിശ്ശേരിക്കുള്ള തേങ്ങ ഇട്ടു.
തേങ്ങ ഇട്ടു. ഇതിലേക്ക് ഒരു നമ്മുടെ ചെറിയ ഉള്ളി, ഇതാ ഒരു 2-3 ചെറിയ ഉള്ളി ഇതിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് പിന്നെ ഇടാൻ പോകുന്നത് കുറച്ച് ജീരകമാണ്. നമ്മളെ ചെറിയ ജീരകയില്ലേ, അതാണ് കുറച്ച് ഇടാൻ പോകുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ചെറിയ ജീരകം നമ്മളെ അരപ്പിന് വേണ്ടിയിട്ട് ഇടുക. ഇതാ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതും 2 അല്ലി ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് തേങ്ങ. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ അരപ്പ്. ഇത് ഞാൻ അരച്ച് കൊണ്ടുവരാം. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് തൊട്ട് ഞാനൊന്ന് നന്നായി അരയണം. ഇത് നമ്മളിങ്ങനെ തേങ്ങ ഇങ്ങനെ തരി തരി പോലെ ഇരിക്കരുത്, നന്നായി അരഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പത്തേക്ക് നമ്മുടെ പരിപ്പും ഇതും വെന്ത് വരും. പിന്നെ ഇത് അരച്ചു കൊണ്ടിട്ടെ. ഞാനത് അരയ്ക്കുന്ന നേരം കൊണ്ട് അതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പൊ ഞാനത് അരയ്ക്കാൻ പോവാണ്. അപ്പൊ അത് അരയ്ക്കുന്ന മുന്നേ ഞാൻ വിചാരിച്ചു നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് ഞാൻ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് നമ്മളെ പച്ചടിക്ക് വേണ്ടിയിട്ട്, അപ്പൊ അതും ഒന്ന് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോഴത്തേക്ക് എനിക്ക് ആ സമയം കൊണ്ട് എനിക്ക് ആ അരപ്പ് അരച്ചെടുക്കുകയും ചെയ്യാം. അപ്പൊ ഞാനിതാ ഇവിടെ ഒരു പാത്രത്തേക്ക് ഞാനിവിടെ ഇപ്പം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ബീട്രൂട്ടും ഇതിലേക്ക് ഇടുകയാണ്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കാരണം നമ്മളെ പച്ചടിക്ക് ആവുന്ന മുന്നേ ആദ്യം ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ചെറുതായിട്ട് ഒരു വേവ് ഉണ്ടാവുമല്ലോ, അപ്പം അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് ഇതിട്ടു, ബീട്രൂട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ടു. കുറച്ച് നമുക്ക് ഉപ്പിടാം. കുറച്ച് ഉപ്പിട്ടു. എന്നിട്ട് ഞാൻ ഒരു പച്ചമുളക്, നിങ്ങളെ എരിവിനനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഒരു പച്ചമുളക് കീറിയിട്ടാണ് ഇടുന്നത്. കാരണം വെച്ചാൽ ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒറ്റ പച്ചമുളക് ഇടുന്നുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാനിതാ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഇതൊന്ന് വേവിക്കാൻ വെക്കുക. ഈ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ രണ്ടാമത്തെ അടുപ്പിൽ അപ്പം ഇതും അത് വേവട്ടെ. ഇവിടെ നമ്മുടെ മറ്റേ മത്തനും പരിപ്പും ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ ബീട്രൂട്ടും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ആവുന്ന നേരം കൊണ്ട് എനിക്ക് അരച്ചിട്ട് കൊണ്ടുവരാം. നമ്മളെ മത്തൻ്റെ ആദ്യം അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മുടെ ഇതിൻ്റെ പുക ഇത് വരുന്നുണ്ട്, സ്റ്റീം. അപ്പം നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം നമ്മുടെ കുക്കറിന്. അപ്പോൾ അതിൽ മത്തനും ഇതും ആവട്ടെ. ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരാം നമ്മുടെ തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും. അപ്പോൾ ഇതാ ഞാൻ ഈ അരപ്പ് തേങ്ങ നന്നായി അരച്ചെടുത്തു. നമ്മൾ എരിശ്ശേരിക്ക് വേണ്ടിയുള്ള തേങ്ങ ഞാൻ അരച്ചെടുത്തേ. ചെറിയ ഉള്ളിയും ജീരകവും തേങ്ങ കൂടി എടുത്ത് ഇതാ നന്നായി ഇങ്ങനെ അരഞ്ഞു വരണം എരിശ്ശേരിക്ക്. ഇതാ അപ്പോൾ ഇത് ഞാൻ ഇവിടെ അടച്ചു വെക്കുകയാണ്. നമ്മുടെ ഇത് കുക്കർ ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നു, വിസില്. അപ്പം അത് ആവട്ടെ. അപ്പുറത്ത് ബീട്രൂട്ടും ആവുന്നുണ്ട്. അപ്പോൾ രണ്ടും ആവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ മീനിൻ്റെ ഉള്ള നമുക്ക് മസാല റെഡിയാക്കി വെക്കാം. മീനൊക്കെ പുരട്ടി വെക്കാം മസാലയിൽ. കാരണം അത് പിടിക്കാനും കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതിനുള്ള മസാലയാണ് ഇടുന്നത്. ആദ്യം ഞാനൊരു 2 സ്പൂൺ മുളക് പൊടി ഇടുകയാണ്. പിന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പും. അപ്പോൾ ഇതാണ് ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഈ മസാല ഒന്ന് ആദ്യം മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിക്കുക വേണമെങ്കിൽ. ഓൾറെഡി കുറച്ചതായിട്ട് വെള്ളം ഉണ്ടായിട്ട് ആ നനവിൽ ഞാനൊന്ന് മിക്സ് ചെയ്യാണ്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എരിവ് എടുത്തിട്ട് അത് മസാല ഉണ്ടാക്കാം. ഉപ്പും എല്ലാം അവനവൻ്റെ ചോയ്സിനുള്ള മെഷർമെൻ്റാണ്. അപ്പോൾ ഇതാ ഞാൻ നന്നായി അതൊന്ന് മിക്സ് ചെയ്തു. അപ്പം ഞാനിതാ ഓരോ പീസായിട്ട് ഞാൻ ഈ മസാലയിൽ
പുരട്ടി വെക്കുകയാണ്. മാന്തലാണ് ഞാൻ എടുത്തത് മീന്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഓരോന്നായിട്ട് നന്നായിട്ട് മസാല ഇതാ ഇങ്ങനെ നമുക്കെല്ലാം പുരട്ടി വെക്കാം. നമ്മളെ മത്തനും ആ പരിപ്പും വെന്തു എന്നാ തോന്നുന്നത്. ഒരു 4-5 വിസിലായി ഇപ്പം തന്നെ. അപ്പം ഞാനതൊന്ന് ഓഫ് ചെയ്യാണ്. അത് ഓഫ് ചെയ്തു ഞാൻ. എന്നിട്ട് ഇത് പുരട്ടി വെക്കാം. ഇപ്പം മീനിൻ്റെ മസാല ഫ്രൈ ചെയ്യാനുള്ള അത് ആദ്യം പുരട്ടി വെക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ള പണി ചെയ്യുമ്പോഴേക്ക് ഈ മീനിലൊക്കെ ഈ മസാല പിടിച്ച് നമുക്ക് കുറച്ച് സമയം കിട്ടും അപ്പോഴത്തേക്ക് ഫ്രൈ ചെയ്യുന്ന മുന്നേ. അപ്പം ഇതെല്ലാം ഒന്ന് പുരട്ടി വെക്കാം. ഇതൊരു 4 വലിയ മാന്തലാണ് എടുത്തത്. ഒക്കെ പിന്നെ വാലിൻ്റെ കഷ്ണങ്ങളാണ്. ഈ വാലിൻ്റെ കഷ്ണങ്ങളാണ് മുരിഞ്ഞാൽ ടേസ്റ്റ്. അതൊക്കെ അങ്ങോട്ട് നന്നായിട്ട് വരട്ടാം. കഴിഞ്ഞു. അപ്പോൾ ഇത് ലാസ്റ്റ് പീസ്. ബാക്കിയുള്ളതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് പുരട്ടുകയാണ്. എല്ലാം ഒന്ന് നന്നായിട്ട് ആ മുളകിലൊക്കെ ഒന്ന് പുരട്ടി. അപ്പോൾ നമ്മുടെ മീനിൻ്റെ മസാല ഇവിടെ റെഡി. അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ. ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് അവിടെ പിടിച്ച് നിൽക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി ഇടാം. അപ്പോൾ ഇത് ഞാൻ സൈഡിൽ വെക്കുകയാണ്. എന്നിട്ട് ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വെക്കാം. ഇതാ അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ സൈഡിലേക്ക് വെക്കുകയാണ്. ബാക്കി നമുക്ക് മത്തൻ്റെ അപ്പം ഞാനിപ്പം തുറക്കുന്നില്ല. കുക്കർ ഓഫാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ കാറ്റ് പോട്ടെ. നമ്മൾ കുക്കറിൻ്റെ ആ കാറ്റെല്ലാം പോയിട്ട് നമുക്ക് തുറക്കാൻ മൂടി. ആ സമയം കൊണ്ട് നമ്മൾ ബീറ്റ്റൂട്ട് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ആവട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഈ കുക്കറിൻ്റെ കാറ്റൊക്കെ പോയിട്ടുണ്ട്. ഞാനിത് തുറക്കുകയാണ്. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് ഇതാ വെന്തിട്ടുണ്ട്. പരിപ്പും ഇതൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇവിടെ ഞാനിതാ ഇതും നന്നായി വെള്ളമൊക്കെ വറ്റി നമ്മളെ ബീറ്റ്റൂട്ട് നന്നായി വെന്തിരിക്കുകയാണ്. ഞാൻ അവിടുത്തെ തീയും ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നോക്കാം. നമ്മളെ എരിശ്ശേരീൻ്റെ നോക്കാം. എരിശ്ശേരീൻ്റെ ആദ്യം ഇടാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ഇത് ഓണാക്കി കൊടുക്കാം. ചെറു തീയിലൊന്ന് ഓണാക്കാം. അപ്പോൾ ഇതൊന്നൊന്ന് മിക്സ് ആക്കാം. ഞാൻ കുറച്ച് താത്തി വെച്ചിട്ടുണ്ട് തീ. കുറച്ച് തിക്കാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കാം. അത് മതി. കാരണം നമ്മൾ തേങ്ങ ഇനി പോകുമ്പം തേങ്ങയുടെ വെള്ളം കൂടി ആകുമ്പോൾ അത് വല്ലാണ്ട് വെള്ളമാവും. അപ്പോൾ കുറച്ചൊന്നത് ഇതാവട്ടെ. ഞാനൊന്ന് കയറ്റി കൊടുക്കാം തീ. അപ്പം എരിശ്ശേരിയുടെ ആ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു. ഞാനൊന്ന് മിക്സ് ആക്കി കൊടുത്തു. അപ്പോൾ അതൊന്നും ആവട്ടെ. അവിടെ ഉപ്പ് മതിയോ നോക്കട്ടെ. നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് കുറച്ചിടട്ടെ. ഉപ്പും കുറച്ച് കുറവാണ്. ഓക്കെ. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പില്ലേ ഇത്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. അപ്പോൾ അത് ഞാൻ റെഡിയാക്കാം. അതൊന്ന് ആവട്ടെ. ഇതെന്തായാലും നന്നായിട്ട് കൊഴുങ്ങി വരും. ഇത് എന്താ പറയുക, നമ്മളെ തിക്കായിട്ട് വരും. കാരണം വെച്ചാൽ പരിപ്പും മത്തനുമാണ്. അപ്പോൾ നന്നായിട്ട് കുറച്ച് കഴിഞ്ഞാൽ തിക്കാവും നമ്മുടെ ഇതിൻ്റെ ഗ്രേവി, കറിയുടെ ഗ്രേവി. അപ്പം നമുക്ക് ഇതാ ഇപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്.
തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അവിടെ തിളച്ച സ്ഥിതിക്ക് നമുക്ക് ഇതും കൂടി നമ്മൾ ഈ അരപ്പ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് തിക്കാവുന്നുണ്ട്. അപ്പം ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഈ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിക്കാം. ഞാനിത് കുറച്ച് വെള്ളം ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വല്ലാണ്ട് തിക്കാവും നമ്മൾ എരിശ്ശേരി, കാരണം പരിപ്പും കൂടി ഉണ്ടായതുകൊണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. അപ്പം നമുക്ക് നമ്മുടെ പിന്നെ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അപ്പം അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ്. അപ്പം ഞാൻ ഇപ്പം നല്ല ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് തിളക്കട്ടെ കറി. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇവിടെ കഴുകി വെച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി അവിടെ ആവട്ടെ. അപ്പോൾ അത് തിളക്കട്ടെ അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു ഈ സമയത്ത് നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബീട്രൂട്ടിൻ്റെ അപ്പോൾ പച്ചടിൻ്റെ പരിപാടിക്ക് പോവാം. നമുക്ക് പച്ചടിക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ ഗ്രേറ്റഡ് തേങ്ങയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ അരപ്പ് റെഡിയാക്കാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ തേങ്ങ കുറച്ച് നമ്മൾ ആ മിക്സിയിൽ കുറച്ച് തേങ്ങ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. ഇതാ കുറച്ച് തേങ്ങ മതി. ഇതാ തേങ്ങ എടുത്തു. ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് കടുകാണ്. അപ്പം ഞാനിത് കുറച്ച് കടുക് ഇതിലേക്ക് ഇടുകയാണ്. കുറച്ച് കടുക്, ഒരു 1/2 സ്പൂൺ കടുക്. അപ്പം ഇതാണ് നമ്മുടെ അരപ്പ് നമ്മളെ പച്ചടിക്ക് വേണ്ടിയിട്ട്. അപ്പം ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാനിത് അരച്ച് കൊണ്ടുവരാം. അതിന് മീൻ വഴി നമുക്കിത് ഇവിടെ നമ്മുടെ എരിശ്ശേരി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ തീ ഒന്ന് കുറച്ചു, കാരണം നന്നായി തിക്കായി വരുന്നുണ്ട്. അപ്പം അതൊന്ന് അവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കാരണം തേങ്ങയുടെ അരപ്പ് ഇപ്പോൾ ചേർത്തിട്ടേ ഉള്ളൂ. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ മതി. അപ്പോൾ അതാവട്ടെ അവിടെ. ആ സമയം കൊണ്ട് ഞാൻ ഇതൊന്ന് അരച്ച് നല്ല മഷി പോലെ അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പം നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഉപ്പും എരിവും ഒക്കെ ഓക്കെയാണ്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടണം. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ മാറ്റി വെക്കട്ടെ. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇത് തീർക്കാം. നമ്മളെ ബീട്രൂട്ട് പച്ചടി തീർക്കാം. അപ്പം പച്ചടി ഇതൊന്ന് അടച്ചു വെക്കട്ടെ ഞാൻ. ഓക്കെ. അപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ ഞാനിവിടെ തേങ്ങയും ഇത് കണ്ടില്ലേ, തേങ്ങയും കടുകും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. നമ്മളെ പച്ചടിക്ക് വേണ്ടിയുള്ള അരപ്പാണിത്. ഇത് ആ ബീട്രൂട്ടിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്യാം. കാരണം നമുക്കിതിന് വെന്തെടുക്കണ്ടല്ലോ. നമുക്ക് ഈ തേങ്ങയ്ക്ക് ഒന്ന് വേവണമല്ലോ. അപ്പോൾ അതിനുള്ള അത്യാവശ്യമുള്ള വെള്ളം ഒഴിക്കാം. പക്ഷെ അധികം ഒഴിക്കരുത്, കാരണം പിന്നെ നമുക്ക് തൈര് ചേർക്കാനുള്ളതാണ്. അപ്പോൾ തൈരിൻ്റെ ആ വെള്ളം കൂടി വരും. അപ്പോൾ നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കഴുകി കൊണ്ടിട്ടെ ഈ മിക്സി. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തു. അതൊന്ന് അതിലേക്ക് പോട്ടെ. എന്നിട്ട് ഞാനിപ്പോൾ തീ ഓണാക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് വേവട്ടെ. നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്യാം.
എരിവുണ്ട്, കാരണം ഞാൻ ഇത് വേവിക്കുമ്പോൾ തന്നെ നമ്മൾ പച്ചമുളകാണ് ഇട്ടത്. അപ്പോൾ എരിവുണ്ട്. കണ്ട അധികം വെള്ളമല്ല, കണ്ടില്ലേ, അധികം വെള്ളമില്ല. എന്നിട്ട് ഇത് ഇതിൽ കിടക്കണം. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വേവട്ടെ. ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു, അപ്പോൾ ഉപ്പ് മതി. അപ്പോൾ ഇതും കൂടി ഒന്ന് നന്നായി വെന്ത് കിട്ടട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള തൈര് ചേർക്കാം അതിലേക്ക്. അപ്പോൾ ഞാൻ അരപ്പ് ഒഴിച്ചല്ലോ ബീട്രൂട്ടിലോട്ട്, അതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് തൈരാണ്. അപ്പം ഞാൻ അധികം പുളിയില്ലാത്ത തൈരാണ് ഒഴിക്കുന്നത്. ഇത് 1 കപ്പ് തൈര് ഉണ്ടാവും, അധികം പുളിയില്ല. ഞാനൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്, ഒന്ന് കട്ടയൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം ഞാനൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. തൈര് മിക്സ് ചെയ്തു, മൂടിയിലും ഉണ്ട്. അപ്പം ഞാൻ അതും കൂടി ഒന്ന് ഒഴിക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അധികം അത് തിളപ്പിക്കാൻ പാടില്ല, ഒന്ന് ചൂടായിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് മാറ്റി ഇപ്പുറത്തെ ബേണറിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് നമുക്കിനി അടുത്ത് ചെയ്യാനുള്ളത് കടുക് പൊട്ടിക്കാനാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കടുക് പൊട്ടിക്കാനുള്ളത് നമ്മളെ എരിശ്ശേരിക്കാണ്. ഞാനിവിടെ ചീഞ്ചട്ടി വെച്ചതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് കടുക് ഇടാം. ഇപ്പം എണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാൻ തീ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് നന്നായി ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള നമ്മൾ എരിശ്ശേരിക്കും പിന്നെ നമ്മൾ ബീട്രൂട്ട് പച്ചടിക്കും രണ്ടിലും കടുക് പൊട്ടിച്ചിടണം. ചൂടായി വരുന്നു. അപ്പം ഞാൻ കുറച്ച് കടുക് ഇടട്ടെ. കുറച്ച് കടുക് ആദ്യം ഞാൻ എരിശ്ശേരിക്കാണ് ഇടുന്നത്, കടുക് പൊട്ടിക്കുന്നത്. അപ്പോൾ അത് ആദ്യം ആവട്ടെ. എണ്ണ കടുക് പൊട്ടി ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കടുക് ചൂടായി വരുന്നു. പൊട്ടട്ടെ കടുക്. ഞാൻ അവിടെ അപ്പോഴത്തേക്ക് എൻ്റെ ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ചോറ്. അപ്പം അതാവട്ടെ. അതിലൂടെ നമുക്ക് ഇതെല്ലാം കടുക് പൊട്ടിച്ചിട്ട് പിന്നെ നമുക്ക് അടുത്ത ചെയ്യാനുള്ളത് മീൻ വറുക്കാനാണ്. അപ്പോൾ ഇത് ആദ്യം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിൻ്റെ വറുക്കാനുള്ള പാൻ വെക്കാം. അപ്പോൾ കടുക് പൊട്ടാൻ പോവാണ്. നന്നായി പൊട്ടട്ടെ. എന്നിട്ട് നമ്മൾ അടുത്ത് ഇടാൻ പോകുന്ന ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ്. ഇപ്പൊ ഗ്രേറ്റ് ചെയ്ത് കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട്, തേങ്ങ ഒന്ന് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ എരിശ്ശേരിയിലേക്ക് ഒഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ കടുക് ഫുള്ളായി പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ഇടാൻ പോകുന്നത് കുറച്ച് തേങ്ങയാണ്, ഗ്രേറ്റ് ചെയ്ത തേങ്ങയാണ്. ഒരു 2 പിടി തേങ്ങ. അതൊന്ന് നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ മൂക്കണം. ഞാൻ കടുക് എല്ലാം വറവൊക്കെ ഇടുന്നത് വെളിച്ചെണ്ണയിൽ മാത്രമാണ്. ഞാൻ കുക്കിംഗ് ഓയിലിൽ നമ്മുടെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഓയിലോ ഒന്നും അല്ല. ഇത് നമ്മുടെ ഇത് തന്നെയാണ്, വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ അതിനാണ് ഞാൻ ഈ കടുക് പൊട്ടിച്ചിടുന്നത് രണ്ടിലും, നമ്മൾ പച്ചടിയിലും പിന്നെ നമ്മുടെ മത്തൻ്റെ എരിശ്ശേരിയിലും. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ ആവണം, ഒന്ന് മുരിയണം തേങ്ങ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം എരിശ്ശേരിയിലേക്ക്. പച്ചടിയിലേക്ക് നമ്മൾ തേങ്ങയൊന്നും വറുത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് കടുകും ചുവന്ന മുളകും ഉണക്കമുളകില്ല, അത് രണ്ടും ഒന്ന് ബ്രൗണായി പൊട്ടിച്ചിട്ടാണ് ഇടുന്നത്. അപ്പം ഇതൊന്ന് ബ്രൗൺ ആവട്ടെ.
ബ്രൗൺ ആയി വരുന്നുണ്ട് നമ്മളെ തേങ്ങ. ഈ തേങ്ങ വെളിച്ചെണ്ണയിൽ മുരിപ്പിച്ച് നമ്മളെ കറിയിലേക്ക് ഇടുമ്പോൾ നല്ലൊരു സ്വാദാണ്. കാരണം തേങ്ങയുടെ ആ ഒരു മുരിഞ്ഞ ആ ഒരു ടേസ്റ്റ് കറിയിലേക്ക് നന്നായിട്ട് വറുത്തിടുമ്പോൾ നന്നായിട്ട് വരും. അപ്പം തേങ്ങ കൂട്ടുന്നതനുസരിച്ച് ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞാനിതിലിപ്പോൾ 2 പിടി തേങ്ങ, ചെറിയൊരു പിടി, വലുതല്ല, ചെറിയ 2 പിടി തേങ്ങേൻ്റെ ഗ്രേറ്റർ തേങ്ങയാണ് ഇട്ടിരിക്കുന്നത് വറവിടാൻ. കുറച്ച് കടുക് ഇട്ടിട്ട് അത് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നേരിട്ട് അതിലേക്ക് ഇടാം. നന്നായി ബ്രൗണായി. അപ്പം ഞാൻ തീ ഒന്ന് സിമ്മിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇത് നേരെ എടുത്തിട്ട് ഞാൻ ആ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് നേരിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഒഴിക്കുകയാണ്. ഇതേ ചട്ടിയിൽ തന്നെയാണ് ഞാൻ മറ്റേതും വറവിടാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നില്ല. ഇത് ഞാൻ എടുക്കുമ്പോൾ മിക്സ് ചെയ്യും. അപ്പോൾ ഇത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇത് അടച്ച് വെക്കുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മറ്റേതിലേക്ക്, എന്താ നമ്മുടെ പച്ചടിയിലേക്ക് വറവിടാം. അപ്പോൾ അതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുകിടാണ്. കുറച്ച് അതൊന്ന് പൊട്ടട്ടെ. അത് നന്നായി ഓൾറെഡി നമ്മുടെ ചട്ടി നല്ല ചൂടാണ്. അതൊന്ന് വേഗം പൊട്ടും കടുക്. നന്നായി പൊട്ടി കഴിഞ്ഞ് പൊട്ടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 2 ഉണക്കമുളക് ഞാനതൊന്ന് മുറിച്ചിട്ട് അതിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് 2 മുളക് പൊട്ടിച്ചിട്ടു. അതൊന്ന് മൂക്കട്ടെ. ആ സമയം കൊണ്ട് 2 കറിവേപ്പിലയും കൂടി ഇടുകയാണ്. ഒന്ന് ബ്രൗൺ ആവട്ടെ. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി. തീ ഒന്ന് കുറയ്ക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പം അതും റെഡിയാണ് ഇവിടെ. ഓക്കെ, ഇത് ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നില്ല. ഇത് ഞാൻ എടുക്കുമ്പോൾ മിക്സ് ചെയ്യും. എന്നിട്ട് അടുത്ത നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മീനിൻ്റെ പരിപാടിയാണ്. അപ്പം മീനിൻ്റെ ഞാൻ കുറച്ച് തീ കൂട്ടി വെക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ഞാൻ വല്ലാണ്ട് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാറില്ല പൊതുവെ മീന്. അപ്പം കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് ആക്കിയിട്ട് നമ്മൾ അതിൽ തന്നെ ഒരു പാനിലിട്ട് മുരിച്ചെടുക്കാറാണ് മീന്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമ്മുടെ മീനിൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ടാം. ഇപ്പോൾ ഈ മീൻ ഒരു 20 മിനിറ്റോളം അങ്ങനെ തന്നെ, ബാക്കിയുള്ള പണിയൊക്കെ തീരുന്നവരെ ഞാനത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 20 മിനിറ്റോളം ആയി ഇത് വെച്ചിട്ട്. എന്നിട്ട് ഇപ്പം നന്നായി അതിൻ്റെ മസാലയൊക്കെ പിടിച്ച് കാണും. ഇത് നമ്മൾ പാൻ ചൂടായിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് എടുത്തിട്ട് ഒന്ന് പാൻ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും പിന്നെ മിക്സ് ചെയ്യട്ടെ. കാരണം ഞാൻ അധികം വെളിച്ചെണ്ണ ഒഴിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആക്കിയാൽ നമ്മൾ മീനിൻ്റെ പീസ് ഇടുമ്പം എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ ഉണ്ടാകുമ്പോൾ നന്നായി മുരിഞ്ഞു കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് നന്നായി മുരിഞ്ഞുണ്ട് കണ്ടേ. ഇപ്പോൾ ഞാൻ തിരിച്ചിട്ടിരിക്കുകയാണ്. മറ്റേ ഭാഗം നന്നായി മുരിയട്ടെ. എൻ്റെ ചോറും ഇത് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് വാർക്കട്ടെ. അപ്പോൾ ഇതേ ഉള്ളൂ, പണിയെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിക്കാം ഇന്നത്തെ കംപ്ലീറ്റ് ഊണിൻ്റെ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ എല്ലാം റെഡിയായി. ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാണ്. ചൂട് പോകുന്നുണ്ടോ ചോറിന്, നല്ല ചൂട് പോകുന്ന ചോറും അതിൻ്റെ കൂടെ മീൻ ഫ്രൈ ചെയ്തത് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബീട്രൂട്ട് പച്ചടി, നമ്മൾ എരിശ്ശേരി. അപ്പോൾ ഞാൻ ഇവിടേക്ക് വിളമ്പുകയാണ്. പച്ചടി പിന്നെ ഫിഷ്. അപ്പം ഇതാണ് കോമ്പിനേഷൻ ഇന്ന് ഞങ്ങളിവിടെ ഊണിനുണ്ടാക്കിയത്. ഈ കോമ്പിനേഷൻ നിങ്ങളും ട്രൈ ചെയ്യണം. ഈ കോമ്പിനേഷൻ ഞാൻ എടുക്കാനുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം നിങ്ങൾ ഇതിൻ്റെ എല്ലാത്തിനും ഫ്ലേവേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മത്തൻ എരിശ്ശേരി എന്ന് പറഞ്ഞാൽ പൊതുവേ മത്തൻ എന്ന് പറഞ്ഞാൽ ഒരു മധുരം ഉള്ള
സാധനമാണ്. അപ്പം അതിൻ്റെ കൂടെ കറി ഉണ്ടാക്കുമ്പോൾ പൊതുവേ ഒരു മധുരപ്പാണ് ഈ മത്തൻ്റെ എരിശ്ശേരിക്ക്. അപ്പോൾ ആ മധുരപ്പ് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പച്ചടി ഉണ്ടാക്കിയത്. അതിൻ്റെ ആ പുളി, തൈരിൻ്റെ പുളിയും പിന്നെ ചെറുതായിട്ട് ആ കടുകിൻ്റെയും ആ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും, അപ്പോൾ ചെറിയൊരു പുളിപ്പ് വരുമ്പം അത് രണ്ടും കോമ്പൻസേറ്റ് ചെയ്യും. ഇത് രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് ഈ നല്ല എരിവുള്ള നമ്മൾ ഫ്രൈ, മീനിൻ്റെ ഫ്രൈ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. അതുകൊണ്ടാണ് എനിക്ക് ഈ കോമ്പിനേഷൻ വളരെ ഇഷ്ടമാണ്. അതാണ് ഞാനിത് ഇന്ന് ട്രൈ ചെയ്തത്. അപ്പം നിങ്ങളും ഇതെന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾക്കും ഇഷ്ടമാവും ഈ കോമ്പിനേഷൻ. ഒരു ഹെൽത്തി പലഹാരമാണ്. കാരണം നമ്മൾ ഇതിനിവിടെ പൊരിക്കാനോ വറക്കാനോ എണ്ണയിലുള്ള കളികളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഒരു അടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കോഴി വെച്ചിട്ടൊരു അട, ചിക്കൻ അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റീമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. ഞാനിതിൽ വേണ്ട സാധനങ്ങൾ ആദ്യം പറയാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ജിഞ്ചറും ഗാർലിക്കും കൂടി ഇടിച്ച് വെച്ചതാണ്. ഇവിടെ കുറച്ച് പച്ചമുളകുണ്ട്. ഞാൻ ഒരു പച്ചമുളക് എടുത്തുള്ളൂ, അധികം എരിവ് വേണ്ടതുകൊണ്ട്. ഒരു സവാള, ഒരു മീഡിയം സൈസുള്ള സവാള ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് കരിവേപ്പില ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ളത് ചിക്കൻ. ഇവിടെ ഞാൻ ചിക്കൻ പീസ് വേവിച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ട് ഞാൻ ഷ്രെഡ് ചെയ്ത് വെച്ചതാണ് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മളെ മസാല ഉണ്ടാക്കുന്നത്, അടേൻ്റെ ഉള്ളിലോട്ടുള്ള മസാല ഉണ്ടാക്കുന്ന സാധനങ്ങൾ. പിന്നെ പൊടികളായിട്ടുള്ളത് ഇവിടെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെപ്പറാണ് വേണ്ടത്, പിന്നെ ഇതാ ഗരം മസാല. അപ്പം ഇത്ര സാധനങ്ങൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൂ. ഞാനിതാ ഇവിടെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അത് നല്ല ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക്കാണ്. അത് ആദ്യം ഒന്ന് മൂപ്പിക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ സവാള ഇട്ട് കൊടുത്തു. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളകും ഇടാനുണ്ട്. അപ്പോൾ ഞാൻ ആ പച്ചമുളകില്ലേ ചോപ്പ് ചെയ്ത് വെച്ചാൽ അതും കൂടി ഇതിലേക്ക് ഇടാണ്. ഇതൊക്കെ എല്ലാം ഇട്ടു. നന്നായിട്ടൊന്ന് നമ്മൾ ഉള്ളി വാടുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് വാടട്ടെ ഉള്ളി. ഇതിലേക്കുള്ള മസാല വളരെ സിമ്പിളാണ്. നമ്മൾ അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇപ്പോൾ കാണിച്ചത് മാത്രമേ ഉള്ളൂ. പൊടികളായാലും അത്ര പൊടികളും ഒരുപാട് ഒന്നുമില്ല. സിമ്പിളായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഉള്ളി ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുകയാണ്. ആവട്ടെ ഉള്ളി. ഇതിലേക്ക് തക്കാളി അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ആവട്ടെ നന്നായിട്ട്. ചട്ടിക്ക് നല്ല ചൂടുണ്ടായതുകൊണ്ട് ഉള്ളി വേഗം ഇതായി വരും. ഓക്കെ, നന്നായിട്ട് നമ്മളിത് അരി കൊണ്ടാണ് അട ഉണ്ടാക്കുന്നത്, അരിപ്പൊടി കൊണ്ട്. അത് ഞാൻ പറയാം. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇതൊക്കെ നന്നായിട്ട് നമ്മൾ ഉള്ളി ബ്രൗണായി വരുന്നുണ്ട്. ഞാൻ തീ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീയുള്ളത്. നമ്മുടെ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഓക്കെ,
ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കനാണ് ഞാൻ ഇടുന്നത്. ഷ്രെഡ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇടാം. ഇതൊരു ഞാനൊരു ചിക്കൻ്റെ ഒരു 4 വലിയ പീസ് അതാണ് എടുത്തത്. എന്നിട്ടത് വേവിച്ചു ഷ്രെഡ് ചെയ്തു. അത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്യാനാണ്. നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റി കൂട്ടാം. നിങ്ങളുടെ അടയുടെ എണ്ണത്തിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാം. ഞാനിപ്പം ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ്. ഇപ്പോൾ ഉള്ളിയായാലും ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൂട്ടിയിട്ട് വെക്കാം. അപ്പം നമുക്ക് അധികം ഇളക്കണ്ട, കാരണം നമ്മുടെ ചിക്കൻ ഓൾറെഡി കുക്ക്ഡാണ്. അപ്പോൾ ഇനി പൊടികളിടാം. അപ്പോൾ ആദ്യം ഞാൻ ഇടാൻ പോകുന്നത് ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇടാൻ പോകുന്ന ഒരു 1/2 ടീസ്പൂൺ പെപ്പറാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഗരം മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പം പൊടികളെല്ലാം ഇട്ട് ഞാൻ തീ ഒന്ന് ചെറുതായിട്ട് ഫ്ലെയിം കുറയ്ക്കുകയാണ്, കാരണം ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് കുറയ്ക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം, കാരണം ഞാനിത് വേവിക്കുമ്പോൾ ചിക്കനിൽ കുറച്ച് ഉപ്പിടാണ് വേവിച്ചത്. പക്ഷേ ഈ മസാലയ്ക്ക് ഉപ്പ് അത്ര ഉണ്ടാവില്ല. അതും ഒന്ന് നോക്കാം. ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറവാണ്. എരിവൊക്കെ പാകത്തിനുണ്ട്. ഞാൻ ഉപ്പ് കുറച്ചിടട്ടെ. ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില, ഞങ്ങൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ് കറിവേപ്പില, കുറച്ച്. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാം കൂടി കൂട്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് തണുക്കണം ഈ മിക്സ്ചർ, കാരണം എന്ന് വെച്ചാൽ നമ്മൾ അടേൻ്റെ ഉള്ളിലേക്ക് വെക്കേണ്ടതല്ലേ. അപ്പം ഇതൊന്ന് തണുത്തിട്ട്, അപ്പം നമുക്ക് ഈ താത്തി തന്നെയാണ് ഉള്ളത്. ഇതിലേക്ക് ഞാനൊരു സാധനം പറയാൻ വിട്ടുപോയത് ചെറുനാരങ്ങയാണ്. ആ ചെറുനാരങ്ങൻ്റെ ഒരു ഹാഫ് ചെറുനാരങ്ങ ഇത് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുക. അതൊരു പുളിക്ക് വേണ്ടി, കാരണം നമ്മൾ വേറെ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചെറുനാരങ്ങയാണ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ സമയത്ത് നമുക്ക് ചെറുനാരങ്ങ ഇടാം. അപ്പം ഞാനൊരു ചെറുനാരങ്ങ ഇന്ന് ഞാൻ ഇതിലേക്ക് പിഴിയാം. അപ്പം വരാം. അപ്പോൾ ഞാനൊരു ചെറുനാരങ്ങ എടുത്തിട്ട് അത് കട്ട് ചെയ്യട്ടെ. അതാ ഒരു ചെറുനാരങ്ങ പിഴിയാണ്. ചെറിയൊരു ചെറുനാരങ്ങൻ്റെ ഹാഫ്, അത്രയേ ഉള്ളൂ. ഒന്ന് മിക്സ് ആക്കാം. അത് ചെറിയൊരു പുളിക്ക് വേണ്ടി മാത്രം. അപ്പം നമ്മുടെ മിക്സ്ചർ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഞാൻ തണുക്കാൻ വെക്കട്ടെ. തണുക്കാൻ ഇത് ഞാൻ വെക്കട്ടെ. ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. തണുക്കാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ അടേൻ്റെ പരിപാടിയിലേക്ക് പോവാം. നമ്മുടെ അതിലേക്ക് പോവാം. അപ്പോൾ അത് കാണിച്ചു തരാം ഞാൻ. തീ ഞാൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മുടെ മസാല ആ ചീഞ്ചട്ടിയിൽ നിന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചൂടാറട്ടെ.
ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ അട ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പാത്രത്തിലോട്ട് ഞാനിതാ ഒരു കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റി എടുക്കാം. അപ്പം ഈ അരിപ്പൊടിയാണ് നമ്മളിനിപ്പം അടയ്ക്ക് വേണ്ടിയിട്ട് കുഴയ്ക്കണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഉപ്പിടട്ടെ. കുറച്ച് ഉപ്പിട്ട് പിന്നെ നമ്മളിതിൽ കുഴയ്ക്കാൻ പോകുന്നത് ചൂടുവെള്ളത്തിലാണ്. അപ്പോൾ ഞാനിത് കെറ്റിലിൽ കുറച്ച് ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്ത് നോക്കാം. കുറച്ച് ഒഴിച്ചിട്ട് നിങ്ങൾ അത് മിക്സ് ചെയ്യാം. വേഗം വെള്ളം കുടിക്കും. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 അട ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ അടയല്ല, ഒരു മീഡിയം സൈസുള്ള അടയാണ്. നിങ്ങൾക്ക് ചെറിയ അട വേണമെങ്കിലും ചെറുത് എടുക്കാം. നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് ആ ഷേപ്പൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള അടയാണ്. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ആണ് വിചാരിക്കുന്നത്. അപ്പം ഇവിടെ പൊടി ചൂടുണ്ട് വെള്ളത്തിന്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കുഴച്ച് നമുക്ക് പിന്നെ കൈ കൊണ്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചൂടുവെള്ളത്തിൽ കുഴക്കുന്നതിന് കാര്യം എന്താ വെച്ചാൽ പൊടി നന്നായി സോഫ്റ്റ് ആവും. നമ്മൾ ഈ പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചൂടുവെള്ളത്തിൽ കുഴച്ച് നമ്മൾ എടുക്കാം. അപ്പോൾ ഇതാ സ്പൂണ് നമുക്ക് മാറ്റിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മുടെ മാവ് സോഫ്റ്റ് ആയിരിക്കണം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ച് റൗണ്ടായിട്ട് എടുക്കട്ടെ. എന്നിട്ട് നമുക്കത് ചെറിയ ബോൾസ് ആയിട്ട് അടയാക്കാനാണ്. ഞാൻ നന്നായി കുഴക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കൈ വെച്ചിട്ട് തന്നെ കുഴയ്ക്കുക. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ല സോഫ്റ്റ് ആവും മാവ്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് മാവിൻ്റെ കുഴച്ചിട്ട്. അപ്പോൾ ഇതാ മാവ് നല്ല ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് കുഴയ്ക്കുക. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആവും. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട് മാവ്. ഇതാ ഇനി ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ബോളാക്കുക. നമ്മൾ അടയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു 8 അടയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ചുള്ള ഇതെടുക്കാം, ബോൾ എടുക്കാം. ഓക്കെ, ഇതാ ഇവിടെ ആയി ബോള്. ഇനി നമ്മൾക്ക് ഇത് പരത്താം. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പം വാഴയില ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം അലൂമിനിയം ഫോയിലാണ് ഞാനിത് പരത്തുന്നത്. അപ്പം എന്താ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക. അപ്പം നമുക്ക് ഈ പരത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു എണ്ണ. എന്നിട്ട് ആദ്യം ഇത് നന്നായിട്ട് നമ്മൾ പരത്തുക. നമ്മളെ പത്തിരിയൊക്കെ പരത്തില്ലേ അതേപോലെ പരത്തുക. നിങ്ങൾക്ക് എത്ര വലുപ്പം വേണം അതിനനുസരിച്ച് നിങ്ങളത് പരത്തിയെടുക്കുക. നമ്മൾ അട അപ്പോൾ അതാ ഞാൻ ഈ ഒരു സൈസിലാണ് അടയിട്ട് പരത്തിയത്. ഇനി ഇതിൽ നമ്മളുടെ മസാല. അപ്പോൾ ഇത് മസാല നന്നായി തണുത്തൂടെ. അപ്പോൾ ഒന്ന് മിക്സ് ആക്കട്ടെ. ഓക്കെ, ഒന്ന് നോക്കട്ടെ എല്ലാം മതിയോ ഒന്ന് നോക്കട്ടെ. ഇത് മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഇത് അടയ്ക്കാം. ഞാൻ കുറച്ച് വലുപ്പമുള്ളതാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് കുറയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ അട ഇതൊന്ന് അടച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് അടച്ച് കൊടുക്കാം.
അപ്പം ഞാനിതാ ഒരു ബോൾ എടുത്തു, ഇതിന്ന് പറിച്ചിട്ട്. എന്നിട്ട് ഇതിന്ന് നമ്മൾ പത്തിരിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. അധികം തിന്നാവണ്ട, തിന്നാവുമ്പോൾ ചിലപ്പം പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ ഒരു വലിപ്പത്തിൽ എടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മസാല ഇതിൽ നിറച്ച് കൊടുക്കുക. മസാല നിറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടയ്ക്കാം. എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് നമുക്കത് അടയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ വലുതാണ് ഉണ്ടാക്കിയത്, നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ച് ചെറുതാക്കാം. എന്നിട്ട് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ അട ഇവിടെ മസാലയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ വേവിക്കാൻ, ഇത് ആവി കയറ്റാൻ പോകുന്നത് എൻ്റെ ഇഡ്ഡലി തട്ടിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിൽ എടുക്കാം, ആവി കയറുന്ന ഏത് പാത്രം വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് ഇഡ്ഡലി തട്ടിലാണ്. അപ്പം നമ്മൾ സാധാ ഇഡ്ഡലിന് കുറച്ച് ഒരു എണ്ണ ഒന്ന് സ്പ്രെഡാക്കി, എൻ്റെ കയ്യിൽ കുറച്ച് എണ്ണയുണ്ട്, അപ്പോൾ ഞാൻ അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആവി കയറ്റുന്ന പോലെ ഇവിടെ ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ഒന്നും കൂടി ചെയ്ത് കാണിക്കാം. ഒന്നും കൂടി എടുക്കാം, റൗണ്ട് ആക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പരത്തുമ്പോൾ ഒട്ടുന്ന ഒരു തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതൊരു തുള്ളി എണ്ണ ഇട്ടിട്ട് അത് അങ്ങനെ പരത്തി എടുത്താൽ മതി, പത്തിരിക്കൊക്കെ പറ്റുന്ന പോലെ. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇതിൽ കുറച്ച് നമ്മുടെ മസാല പുരട്ടുക, ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് അടയ്ക്കുക. രണ്ടാമത്തത് നമ്മുടെ റെഡി. മസാലയൊക്കെ ഉള്ളിലുണ്ട്. നമുക്കിനി ഇത് വേവിക്കാൻ വെക്കണം. രണ്ടാമത്തത് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെയും റെഡി. ഞാൻ എൻ്റെ ഇഡ്ഡലി തട്ടിൻ്റെ ഇവിടെ ഓൾറെഡി ഞാൻ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ വെച്ച് കൊടുക്കുക. ഇതേപോലെ ഞാനൊരു ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതാ ഇതിൻ്റെ അകത്തേക്ക് ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി തട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീം ചെയ്യാൻ പറ്റുന്ന ഈ ഹോൾസ് ഉള്ള പാത്രമോ എന്ത് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി തട്ടിൽ ഇത് വെള്ളം ആവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇറക്കി വെച്ച് നമ്മൾ എന്നിട്ട് ഇത് സാധാ ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം ബാക്കിയെല്ലാം ചെയ്തിട്ട് ഞാൻ ചുട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഇതാ ഞാൻ തുറന്ന് പുറത്തേക്ക് എടുത്തു. നമ്മൾ അട ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. നന്നായി വെന്തുണ്ട്. ഇനി ഇതേപോലെ ഞാൻ ബാക്കി എല്ലാ അടയും കൂടി വേവിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ.